നിനക്ക് 20,000 രൂപ ശമ്പളം കിട്ടിയപ്പോൾ തന്നെ നീ തീരുമാനിച്ചു 1,000 രൂപ അവന് ആ പാവപ്പെട്ടവന് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് നിന്നിൽ നിന്ന് സ്വീകരിച്ച ഒരു പാവമില്ലേ, അവൻ്റെ വീട്ടിലൊരു ആവശ്യം വരുന്നു, അവന് 1,000 പോരാതാകും. അപ്പൊ അവര് പ്രാർത്ഥിക്കും, കർത്താവേ, ഇല്ല കർത്താവേ. അപ്പൊ കർത്താവ് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇനി അവരിലേക്ക് തുക എത്താൻ എളുപ്പ വഴി എന്താ? നിനക്കിപ്പോൾ 20,000 രൂപയാണ് ശമ്പളം, അപ്പൊ നീ 1,000 കൊടുത്തു. കർത്താവ് ഒരു കാര്യം ചെയ്തു, ഒരു നല്ല ജോലി കൊടുക്കാം. ഇപ്പോൾ ഉള്ളത് പാവം കഷ്ടപ്പെടുക, അവനൊരു 40,000 രൂപയുടെ ഒരു ബെറ്റർ ജോബ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ 40,000 ജോലി കിട്ടി. 40,000 കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നേരത്തെ 1,000 കൊടുത്തുകൊണ്ടിരുന്ന നല്ല 20,000 ഉള്ളപ്പോൾ ഇപ്പൊ 40,000 ആയില്ലേ, 2,000 കൊടുത്തേക്കാം. അപ്പൊ അവിടെ 2,000 എത്തും. അപ്പൊ നമ്മള് സഹായിച്ച മനുഷ്യരുടെ നിലവിളികൾ സ്വർഗത്തിലേക്ക് ഉയരുകയും അത് നമുക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് സ്വന്തമുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്, കർത്താവിനും അറിയാം, നമുക്കും അറിയാം ഉണ്ട്.